ഇന്ദ്രേട്ടാ, 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 ഇന്ദ്രേട്ടൻ എന്തിനാ ഇതിന് ഇത്ര തല പുകയ്ക്കുന്നേ? നടക്കാനുള്ളത് നടന്നു. ആ, ആളുകൾ അറിയുന്നതിന്റെ നാണക്കേടുണ്ട്, ശരി തന്നെ. എന്ന് വെച്ച് ഇങ്ങനെ പുറത്തിറങ്ങാതിരുന്നിട്ട് എന്തിനാ? എന്തായാലും എല്ലാം ഫേസ് ചെയ്തല്ലേ പറ്റൂ. അനു, എന്നെ ആളുകൾ വിളിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ ഫോൺ പോലും ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. അതൊന്ന് ഓൺ ചെയ്ത് വെച്ചാൽ അറിയാം ആരൊക്കെയാ വിളിക്കാൻ പോകുന്നെന്ന്. ഇവരോടൊക്കെ ഞാൻ എന്ത് സമാധാനം പറയും? അമ്മയെ തലയിലെടുത്ത് വെച്ചവര് തന്നെ അമ്മയെ പിച്ചെടുക്കാൻ വിട്ടെന്ന് പറയില്ലേ? ഇത്രയും വലിയ മഹാഭാവം എന്റെ തലയിൽ കെട്ടിവെക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ദ്രേട്ടാ, ഇന്ദ്രേട്ടന്റെ ചോദ്യത്തിൽ തന്നെ ഉണ്ട് ഉത്തരം. അമ്മയെ തലയിലെടുത്ത് വെച്ചില്ലേ, അത് തന്നെയാ. ഇന്ദ്രേട്ടാ, നമ്മൾ ഒളിച്ചിരിക്കുമ്പോഴാ ആളുകൾ നമ്മളെ തെറ്റിദ്ധരിക്കുന്നത്. ഇന്ദ്രേട്ടൻ സാധാരണ പോലെ കടയിലൊക്കെ ഒന്ന് പോയി നോക്കിയേ, ആർക്കും ഇന്ദ്രേട്ടനെ പറ്റി ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാവില്ല. എന്നാ പിന്നെ ഒന്ന് ഇറങ്ങി നോക്കാല്ലേ? എനിക്കും കടയിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ഇന്ദ്രേട്ടൻ ധൈര്യമായിട്ട് പോ. സത്യനും ശ്യാമും ഒക്കെ അവരുടെ കാര്യം നോക്കി പോയില്ലേ. പിന്നെ ഇന്ദ്രേട്ടൻ പോയിട്ട് വൈകുന്നേരം നേരത്തെ വരാൻ നോക്ക്. ഇന്നെന്തായാലും ബിച്ചുമോന്റെ ബർത്ത്ഡേയുടെ കേക്ക് മുറിക്കണം. അവന് നമ്മൾ പ്രതീക്ഷ കൊടുത്തതാ. ശരി, എന്നാ ഞാൻ ഇറങ്ങാം. അറിയാൻ പാടില്ലാത്തവർ അറിഞ്ഞു തുടങ്ങിയാണ്. ഏയ്, സുധനങ്ങൾ എങ്ങനെ അറിയാനാ? അങ്കിള് മോളെ കാണാൻ വന്നതായിരിക്കും. ആ, അങ്ങള് ഒരു ഞാൻ ഷോപ്പിലേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു. അങ്ങള് കയറിയിരിക്കും. അനു, പ്രതിഭയോട് അച്ഛൻ വന്നിട്ടുണ്ടെന്ന് പറ. പ്രതിഭ കുളിക്കാൻ തോന്നുന്നു. ഇപ്പൊ വരും അങ്ങളെ. ഇന്ദ്രേട്ടൻ പോയിക്കോ. ആ, കയറിയിരിക്കും. അല്ല, ഇന്ദ്രന് കടയിൽ പോവാനുള്ള ധൃതിയും അനുമോള് ചിരിക്കുന്നതും കണ്ട നിങ്ങള് വേറൊന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. അല്ല, ശരിക്കും നിങ്ങളൊന്നും അറിഞ്ഞില്ലേ ഇന്ദ്ര? അങ്കിൾ ഉദ്ദേശിച്ചത് അമ്മയുടെ കാര്യമാണോ? അതെ, ഞാനറിഞ്ഞത് ഇന്ദ്രനും അനുവും അമ്പലത്തിലുണ്ടായിരുന്നെന്നാണല്ലോ. ശരിയല്ലേ? ആ, അതെ. ആ, മോൻ്റെ പിറന്നാളിന് വഴിപാട് നടത്താൻ പോയപ്പോഴാണ് അമ്മ അവിടെ ഭിക്ഷാടനത്തിന് ഇരിക്കുന്നത് കണ്ടത്. നാണം കിട്ട് തല കുഞ്ച് അവിടെ നിന്ന് വരികയായിരുന്നു നിങ്ങളെ. അല്ല, അങ്കിൾ എങ്ങനെയാ അറിഞ്ഞത്? ഇത്ര പെട്ടെന്ന് ന്യൂസ് ഫ്ലാഷായോ? എന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞതാ. വാർത്ത ഇനിയേ കാറ്റിനേക്കാളും വേഗത്തിലങ്ങ് പറക്കും. ചില പരിചയമുള്ള ഓൺലൈൻ ചാനലുകാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ, ദേ എന്നെ വിളിച്ചു പറഞ്ഞ ആളെ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. വീഡിയോ? ആ, ദേ ഒന്ന് കണ്ടു നോക്ക്. പഞ്ചായത്ത് മെമ്പറൊക്കെ വന്ന് സുശീല അങ്ങ് ഏറ്റെടുത്തിരിക്കുക. ദാ നോക്ക്. പീഡനങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും. അതൊക്കെ ആന്റി പറയേണ്ടടുത്ത് പറഞ്ഞോളൂ. ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് എന്റെ വാർഡിലെ വോട്ടറായ ആന്റിയെ ഏറ്റെടുക്ക എന്നതാണ് എന്റെ ചുമതല. ഏറ്റെടുത്താൽ മാത്രം പോരെ മെമ്പറെ, സുശീലയുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കൂടി ഉണ്ടാവണം. ഇവർക്ക് ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണക്കാരായവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. നാളെ മറ്റൊരമ്മയ്ക്ക് ഈ അവസ്ഥ ഉണ്ടാവരുത്. ദേ മതി, ഇങ്ങ് വന്നേ. ഇത് കണ്ടാലേ കൂടുതൽ ടെൻഷൻ കൂടുള്ളൂ. ഇന്ദ്ര, എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ നോക്ക്. സുശീലയെ അധിക നേരം അവിടെ ഇരുത്തിയാലേ മക്കൾക്ക് അതിന് നാണക്കേട്. ഇതിലപ്പുറം ഇനി എന്ത് നാണക്കേട് ഉണ്ടാവാൻ ഞങ്ങളെ? എല്ലാം ചെയ്തു വെച്ചിട്ട് ഞാൻ ഇനി പോയി കാല് പിടിച്ച് കൊണ്ടുവന്നിട്ട് എന്തിനാ? അതുകൊണ്ട് ഇതുവരെ ഉണ്ടായ നാണക്കേടെല്ലാം മാറുമോ? അമ്മ അഹങ്കാരം കൊണ്ട് ചെയ്തതാണെന്നേ സുശീലയെ അറിയാവുന്ന നാട്ടുകാർ പറയും. പക്ഷേ നിങ്ങൾ അമ്മയെ തിരിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ മക്കൾ അമ്മയെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതുകൊണ്ടാണെന്നായിരിക്കും നാളെ ആളുകൾ പറഞ്ഞുണ്ടാക്കാൻ പോകുന്നത്. അങ്കിളെ, നാട്ടുകാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. നാട്ടുകാർ തന്നെ അമ്മ ഇവിടെ കൊണ്ടുവന്നാക്കിയാലും കുഴപ്പമില്ല. എന്നാലും ഇന്ദ്രേട്ടൻ അവിടെ പോയി അമ്മയെ കൂട്ടിക്കൊണ്ട് വരുന്നില്ല. അതെ, സ്വന്തം വഴി തിരഞ്ഞെടുത്തവർക്ക് അത് മടുക്കുമ്പോൾ
തിരിച്ചു വരാൻ തോന്നും. അപ്പൊ വരും. ആ അങ്കിള് മോളെ കണ്ടിട്ടല്ലേ പോവും. ഞാൻ ഇറങ്ങുക. വാങ്കളെ അകത്തോട്ടിരിക്കാം. സത്യം പറഞ്ഞ അവിടെ നടക്കുന്നൊന്നും കാണാനും കേൾക്കാനും ശക്തിയില്ലാത്തതുകൊണ്ടാ മാഷേ ഞാനിങ്ങ് പോകുന്നത്. ആ കുടുംബം ഇങ്ങനെ നശിച്ചു തീരുന്നത് കാണാൻ എനിക്ക് വയ്യ. ആ കുടുംബം നശിക്കാതെ സൂക്ഷിക്കേണ്ടത് സുശീല തന്നെയല്ലേ ഭാനുമേ. അവൾക്ക് സ്വന്തം കുടുംബം നിലനിന്ന് കാണാൻ ആഗ്രഹമില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കുടുംബം തകർന്നു പോയതുകൊണ്ട് വേറെ ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മക്കള് 3 പേരും 3 വഴിക്ക് പോകും, അത്ര തന്നെ. ആ ഇതിലും നല്ലതാ. അവനവന്റെ ജീവിതം സന്തോഷമായിട്ട് ജീവിക്കാലോ. അമ്മയുടെ സ്ഥാനത്ത് ആരാച്ചാരുടെ മനസ്സുള്ള ഒരു സ്ത്രീ ഉണ്ടായിട്ട് എന്താ കാര്യം? ആ സ്ത്രീ അച്ഛനെ കാണാൻ വീട്ടിൽ വന്നപ്പോഴേ എനിക്ക് തോന്നി അവരെന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്ത് ഇറങ്ങിയിരിക്കുവാണെന്നുള്ളത്. എന്നാലും വിച്ചുമോന്റെ ബർത്ത്ഡേ ആയ ദിവസം തന്നെ അവർക്ക് പിച്ചച്ചട്ടി എടുക്കാൻ തോന്നിയല്ലോ. അതുകൊണ്ടല്ലേ ഇന്ദ്രേട്ടനും അനുശേഷിക്ക് ഇതൊക്കെ നേരിട്ട് കാണേണ്ടി വന്നു. ഇനി അവരെന്തൊക്കെ കാണാനിരിക്കുന്നു മോളെ. ആ കുടുംബത്തിൽ ഇനി ഒരു വിശേഷവും ആഘോഷിക്കാൻ സുശീല സമ്മതിക്കില്ല. അപ്പോ ഇതൊക്കെ ചെയ്തിട്ടും സുശീല ആന്റി വീണ്ടും ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നാണോ ഭാനുമ്മ പറയുന്നത്? പോകാതെ അവൾ എന്ത് ചെയ്യും മോളെ? സുശീലെ പോലെ ഒരുത്തിയെ ആരെങ്കിലും 2 ദിവസത്തിലധികം കൂടെ നിർത്തുവോ? ഹർഷ നിർത്തും. അവളല്ലേ ആ സ്ത്രീയെ ഇതുവരെ കൊണ്ടു നടന്നതും അവരെ കൊണ്ട് എല്ലാം ചെയ്യിച്ചതും. ഇപ്പോഴും ആ സ്ത്രീയെ കൂടെ നിർത്തിയിരിക്കുന്നത് ഹർഷ തന്നെയാ. അതിനൊക്കെ ഒരു പരിധി ഉണ്ടാമ്പളി. ഇതൊരു കലാശക്കൊട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാള് പിച്ചെടുത്ത് പോവാന്ന് പറഞ്ഞ അയാളുടെ നല്ല കാലം കഴിഞ്ഞു എന്നാണ് അർത്ഥം. സുശീല ആ വഴി സ്വയം തെരഞ്ഞെടുത്ത അവളുടെ ആ ധാർഷ്ട്യം ദൈവം കാണാതിരിക്കോ ഭാനുമേ? ദൈവത്തിന് നിരക്കാത്ത എന്തൊക്കെയാ ഇത്രയും കാലത്തിനിടയിൽ സുശീല ചെയ്തു കൂട്ടിയത് മാഷേ. എന്നിട്ട് ഇതുവരെ അവൾക്ക് എന്തെങ്കിലും പറ്റിയോ? അവളുടെ കാര്യത്തിൽ ഒന്നും പ്രവചിക്കാൻ പറ്റില്ല മാഷേ. സുശീലയുടെ മക്കൾക്കും മരുമക്കൾക്കും കഷ്ടപ്പെടാനും മാനം കെടാനുമാണ് യോഗമെങ്കിൽ സുശീല വീണ്ടും പന പോലെ വളർന്നുകൊണ്ടേയിരിക്കും.